നമസ്കാരം. ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പാർക്കിലോട്ട് പോവുക. അതേത് പാർക്കാണ്? ഇറ പാർക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മളകത്തോട്ട് കയറാൻ പോവാണ്. നല്ല ഭംഗിയാട്ടോ അതൊക്കെ കാണാൻ. അങ്ങനെ ദൈവട്ടിന് വെക്കേഷൻ എവിടെയും കൊണ്ടുപോയില്ല എന്ന് പറയണ്ട. നമ്മൾ പാർക്കിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിലൊന്നും നമുക്ക് വേണ്ട. അല്ലാതെ ഇവിടെ എന്താ പറയുകയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ് ചളാക്കണില്ല. ഓക്കെ, നല്ല ഭംഗിയാട്ടോ. ഇവിടെ വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയൊക്കെ ആളുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പം ഇതുകൊണ്ട് കുതിരയുണ്ട്. നമുക്ക് ദൈവട്ടിന് കുതിരേൻ്റെ മേലെ കയറ്റിയാലോ. ഹായ് ഹായ് കോയ് ഹായ്. അതിമനോഹരമായ പാടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അതിമനോഹരമായ സ്ഥലം കേട്ടോ. കുതിര സവാരി അല്ല, നമ്മുടെ ദൈവം ഒറ്റയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ ആടുവാണേ. എന്നെ ആട്ടിത്തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നോട് ഇരിക്കുക. ഓടെ ദൈവം അപ്പുറത്ത് പോയി പാർക്കിൽ. എന്നാ രസമാണേ. കണ്ടോ, സൂപ്പ്. ആഹാ, ഈ ദൈവം അങ്ങോട്ട് ഓടിപ്പോയിട്ടോ. നല്ല ഭംഗിയില്ലേടി. ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ഞെട്ടിക്കുന്ന വീഡിയോസ് കാണിച്ചു തരാം എന്താ സംഭവം. ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, വെക്കേഷൻ വന്നതാ. ബോട്ടിംഗ് ഉണ്ട്, പക്ഷെ ബോട്ടിംഗ് നോ, നമുക്ക് നോ. കണ്ടോ, ബോട്ടിങ്ങിന് 300 സംതിങ് ആണ് ടിക്കറ്റ്. അപ്പം ഞങ്ങൾ അതെടുത്തില്ല. ഇത് കണ്ടോ, പറഞ്ഞോ. പുത്തനങ്ങാടി ഇറാൻ പാർക്ക്, ഇറാ പാർക്കാട്ടോ, പുത്തനങ്ങാടി പെരിന്തൽമണ്ണ. അപ്പോൾ ഇവിടെ ഉള്ള സംഭവമൊക്കെ കാണിച്ചു തരാവേ. ഇതിനകത്താണോ എനിക്കറിയില്ല. ഇതെവിടെയാ? മീൻ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, അതിമനോഹരം. ആഹാ, പോയിട്ട് ഇതല്ല അങ്ങോട്ട് തള്ള ഈ സെന്ററിലൂടെ അങ്ങനെ പോയിട്ട് ഇതേപോലെ അപ്പുറത്ത് ഇവിടെ ഇപ്പുറത്ത് തള്ളതാണ്. വയലാണത്. കാണിച്ചു തരാം കേട്ടോ. ഏത് വഴി? അങ്ങോട്ടല്ല, നോൺട്രി പോട്ടെ. പ്രാവ്, വാ, ലവ് ബേർഡ്സ്, പ്രാവ്. മക്കളെ നമുക്കൊക്കെ എന്ത് ജാടയാടോ. നിങ്ങൾ കാണാൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയതാ. നിങ്ങൾ ഭയങ്കര ജാട കാണിച്ചിട്ട് പോവുക. അത് ശരിയാണോ ആ പരിപാടി? ഇത് ശരിയല്ല കേട്ടോ. അച്ചോടാ, പേടിയൊന്നുമില്ല കേട്ടോ അവർക്ക്. പൊക്കോ
ക്ലക്ക് ക്ലക്ക് ക്ലക്ക്. താറാവ്. ഹായ്. അയ്യോ, പിടിച്ചോ പിടിച്ചോ, ദൈവം പിടിച്ചോ. രണ്ട് കൈ പിടിച്ചോ, രണ്ട് കൈ പിടിച്ചോ, വിടരുത്. രണ്ട് കൈ പിടിക്കേ. വച്ചോടാ. ഇല്ല 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 ഇല്ല, അടിപൊളി കേട്ടോ. ഹായ്. ഇല്ല ഇല്ല ഇല്ല. ആ അടിപൊളി. അടിപൊളി. ഋഷിൻ്റെ തലയിൽ അത് കയറി കൊത്തിരിക്കുന്നു. ഹായ്. ഇത് കണ്ടോ നമ്മുടെ ദേവുട്ടിയുടെ തലയിൽ ആരായിരിക്കണേന്ന്. തല നോക്കുവാണോ? എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിന് കൊത്തല്ലേ. ഇറങ്ങിപ്പോയിക്കോളൂ. ഞാൻ പിടിച്ചില്ലേ. ദൈവ വീഡിയോ എടുക്ക്. ഇതുങ്ങളൊക്കെ എങ്ങനെയാണോ തൊടരുത് നിങ്ങൾ പറയണേ. കഹിങ്ങനെ ഒരു മരോ ഒന്നും ഇല്ലടോ ഇതിൽ കഴിക്കാൻ. പാവമുണ്ട്, തപ്പുക. അതുകൊണ്ട് അവിടെ തലയിൽ നോക്കുന്നു. ഒരു മരോ കൊത്തു ഒരു മരോ. ഇതെന്താണ്? ഇതെന്താ ടച്ച് എന്ന് പറഞ്ഞിട്ട് അവര് വന്ന് നമ്മളെ ടച്ച് ചെയ്യുന്നോട് കുഴപ്പമില്ലല്ലോ. ഏയ് എന്താ കയ്യില നിങ്ങളുടെ പേരെന്താ? ഇതെന്താ? കുയിലോ? കുയിലേരി കൂട് കൂട്ടു. നടക്ക് നടക്ക്. വീടെടുക്കാൻ വേണ്ടി വെക്ക്. നോക്ക് അടുത്ത്. ഇതാരാ വന്നിരിക്കുന്നേ? അപ്പുറത്തോട്ട് നടന്നു. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജസ് ഒക്കെ വന്നു കേട്ടോ അവിടേക്ക്. അടിപൊളിയാണ്. ഓക്കെ, എൻ്റെ തലേന്ന് അറിയിക്കോളൂ. ഇതെല്ലാം നോക്കിക്കുന്നു. ഇത് വളർത്താൻ പറയാം തട്ടിയില്. ഹായ്. അങ്ങോട്ട് ചെല്ലും. വെൽക്കം. താങ്ക് യു വെൽക്കം പറഞ്ഞ താങ്ക് യു. നമ്മൾ പാലം കടന്നു. പാലം മല ദോരേന്റെ വീട്. മല വീട് ദോരേന്റെ വീട്. മല പാലം ദോരേന്റെ വീട്. വീട് പയമ്പാല വന്നിരിക്കുന്നു. കഴിവില്ലല്ലേ തെറ്റ മോനെ. കിടക്കാച്ചി പൊളിച്ചിട്ടു. ഞാൻ കണ്ടില്ല കേട്ടോ. ഹായ് ഹായ്. കൊത്തല്ല കേട്ടോ, കൊത്തരുത് കേട്ടോ. കൊത്തു വന്നെ? കൊത്തൂല. ഞാൻ പാവമാണേ. ഓക്കെ. താങ്ക് യു. അയ്യോ, വഴക്ക് പറയണ്ട. ഓക്കെ, യൂട്യൂബ് കാണാട്ടോ. ഹായ്. ആഹാ, കൊട്ടറും ഉയ്യോടെ മുട്ട ഇട്ട് വെച്ചേക്കണ്ടാണ്ട.
ആഹാ, ഇതൊക്കെ എന്ത് കോഴിയാ? കൊക്കിക്കോഴിയോ ടർക്കിക്കോഴിയോ? അല്ലല്ലോ, ഇത് വെള്ളമ, ഇത് മയിലല്ലേ? ഞങ്ങൾ പോവാ. അത് കടിച്ച് പറിച്ചു കളയും. കടിച്ച് പറിച്ച് കളയരുത് കേട്ടോ. ഹായ് ഹായ് മോ, അയ്യോടോ സിംഗടി എന്നെ ഒന്നാൻ തോടും. ആ പോവാ. ഹായ്, അപ്പോ ഇത് കണ്ടോ നിങ്ങള്? കുഞ്ഞു മങ്കി. വാ, ഇതാ വരുന്ന. വാ ഇങ്ങോട്ട് വന്നേ. ഞാൻ ആദ്യമായിട്ട് കാണാം എൻ്റെ ജീവിതത്തിൽ. ഒന്ന് വരുമോ? ഹായ് ഹായ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. എന്ത് ഭംഗിയാ. ഇതേ വിളിച്ചപ്പോൾ വന്നാണ്ടോ? ഹായ് ഹായ് ഹായ്. ഒന്നാം തൊട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം വീട്ടിലാദ്യമായിട്ട്. ചിക്കട് ചിക്കട്. ഹായ് വേണ്ട കേട്ടോ. നിങ്ങളിതും പറഞ്ഞിട്ട് നിങ്ങൾ കൈ കൊണ്ട് വെച്ച് കൊടുക്കുക. വേണ്ട. ഹായ്, ഇതൊക്കെ പോട്ടെ, പോയിക്കോ പോ. ഓന്തല്ലേ ഇത്? അല്ലേ? ഇതെന്തോ പേരൊക്കെ പറയും. എൻ്റെ അമ്പച്ചിയെ ശക്കട മൊത്തേ സിംഗക്കുടമേ കിടന്നുറങ്ങി കേട്ടോ. ഹായ്, ഒത്തിരി നടക്കാണ്ട് കേട്ടോ. ഒരുപാട്. ഹായ്, എന്ത് രസാ. നോക്കിയേ കളറുകൾ, സൂപ്പർ. ഹായ്, അക്വേറിയം. ഓ അമ്മ, നിങ്ങൾ കണ്ട ഞെട്ടും. ഇത് കണ്ട മക്കളെ, ഈ വീഡിയോയിൽ കാണുന്ന വലിപ്പമല്ല കേട്ടോ, നേരിട്ട് കാണണം. ഭയങ്കര സൈസാണ്, അടിപൊളി. ഓയോടാ, വാവ്. നിങ്ങളൊക്കെ പേരെന്താ? നിങ്ങളൊക്കെ ഏത് തറവാട്ടിലുള്ള ആൾക്കാരാ ഒന്ന് പറയോ? ഏത് ഇനം? ഹായ് ഹായ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തനു ആൻഡ് ദേവൂസ്. സബ് ചെയ്യണം കേട്ടോ. സബ് ചെയ്യോ? ആ, ഞങ്ങളുടെ ചാനലിൻ്റെ പേര് തനു ആൻഡ് ദേവൂസ്. സബ് ചെയ്യണേ കേട്ടോ. ഓക്കെ. വേണ്ട കേട്ടോ. ആളിത്ര വലുപ്പമുള്ളെന്ന് തോന്നുന്നു. ആ, ഇത്ര വലുതാവുള്ളൂ. നോക്കിയേ. വേണ്ട അമ്മ, ഇത് കണ്ടോ? കുത്തു കൂടുന്നു. നോ ടച്ച്. കുത്തുണ്ടാക്കുന്നു കണ്ടോ? ഓ, അതിൻ്റെ നെറ്റി മുറിയല്ലോ. അമ്മോ, നിന്നോട് ആരെയും പറഞ്ഞു അതിന് പോയിട്ട് ഉമ്മ കൊടുക്കുക. എന്നിട്ട് കമ്മാന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവരുടെ അടുത്ത് പോകണ്ടേ? എന്നിട്ട് കമ്മേന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോക്കുന്നു നോക്കിക്കേ. ഇതിന് കൊമ്പ് ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ. ഓ, എന്തിനാ കരയുന്നേ? ഞങ്ങള് വന്നോണ്ട് പുള്ളി ആഘോഷം. ആ ആ ആ, സൂപ്പർ. കഴുത. അങ്ങനെ വിളിക്കരുത്. കഴുതയെന്ന് വിളിച്ച് അവരെ അപമാനിപ്പിക്കരുത്. ഓക്കെ. ഒട്ടകപ്പക്ഷിയെ കാണണോ? ദേവു, ഓ, ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഓക്കറി. ഹായ്, ഒട്ടകപ്പക്ഷി. നിങ്ങളൊരു നൃത്തം വയ്ക്കുമോ? ഹായ്. ഓ, ആ
ഞാൻ ഫോണിലെല്ലാം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഇതിനെ കാണുന്നത്. ആണോ? ഫസ്റ്റ് ടൈം ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി ഒട്ടകപ്പക്ഷി ഒട്ടകപ്പക്ഷി. Japan, nak nalo, wow, wow. അമ്പട. അല്ല ഇതല്ല, വേറെ. ഇതുകൊണ്ട് കിടക്കുന്ന വേളേ നടക്ക്. എൻ്റെ അമ്മായിൻ്റെ മക്കളല്ല അത്. അയ്യോ, 22 year 20-30 വർഷം ജീവിക്കും. അല്ല അമ്മേ, ഇവിടേക്ക് എന്താണാവോ? ഹായ്. വെള്ളരി വെള്ളരി. ഏതാ? ആർക്കറിയാം എന്താന്ന്? എന്തിൻ്റെ മുട്ട എനിക്കറിയില്ല. ആര്? ബാവോ, തൊടരുത്. ആരും കണ്ട് പേടിക്കരുത് കേട്ടോ, ഞങ്ങൾ പോവുക. ഇത് വിഷമുള്ള തേളല്ലേ ഇത്? തേള് അല്ലേ? ഇല്ലാന്നോ? ആ, വിഷം ഇല്ലാത്ത പോലും വളർത്തുന്ന പോലും. പാവം, ആ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരെന്താ? ഇതല്ലേ മുള്ളംപന്നിയുടെ ചെറുത്. ആഹാ, അടിപൊളിയേ. കണ്ടോ? ഇങ്ങോട്ട് വാ, ദൈവം വെക്ക്. കൈ വെച്ചു കൊടുക്ക. കൈ വെച്ച് വിടരുത്. കൈ താഴ്ത്തി വെച്ചു കൊടുത്ത അവര് വന്ന് കഴിക്കൂടി. ആ, വെക്ക്. കൈ ഇങ്ങനെ വെച്ചു കൊടുക്ക്. അതാ ചേട്ടൻ കാണിച്ചു തന്നുണ്ട്. അതുപോലെ കൈ താഴ്ത്തി വെച്ചു കൊടുത്തോ, ഒന്നും ചെയ്യൂല. അവര് ഫുഡ് കഴിക്കത്തേ ഉള്ളു കുഞ്ഞ്. അതന്നെ, അവര് വന്ന് കഴിക്കട്ടെ മോളെ. അതുങ്ങൾ ഫുഡ് കൊടുക്കാവോ? കണ്ടോ? ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇല്ല, ആയിട്ടില്ല. എങ്ങോട്ടാ? എനിക്കിതാ, ഞാൻ കൊടുക്കാം. ഈ ബാഗ് പിടിച്ച ദൈവം, ബാഗ് പിടിക്കേ. വീഡിയോ എടുക്കണേ. വാ, എടുത്തെടുത്തെടുത്തെടു. എന്നോട് ഒരു അനുസരണക്കേടാണോ? എന്റെ കയ്യിനുള്ളിലല്ലേ വന്ന് വെക്കുന്നുണ്ട്. എന്റെ കയ്യിലൊന്ന് ഉമ്മയാണോ വെക്കുന്നേ? നല്ല മക്കളാണ്. ഫോൺ വെള്ളാക്കില്ല. ഇവിടെ പിടിക്കുന്നല്ലോണോ? ദേ ഇവിടെ പിടിക്കും. വന്ന് കൊത്തിക്കുണ്ട്. ഏനായത് ഒരു കുഞ്ഞു പിള്ളേരത്. പറയാനില്ല, ഞാൻ ദേവ് ടാറ്റ പറയാട്ടോ. ഹായ്. നമ്മുടെ ദേവുട്ടി വലിയ ധൈര്യത്തിൽ പോകുന്നുണ്ട്. പാമ്പിനെ തൊടണം, കഴുത്തിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കാം എന്താ ധൈര്യമെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയുണ്ട് കേട്ടോ. ആ, ദേവനത് തൊടണം, പിടിക്കണം. തൊട്ടാ കൊത്തോ? ജീവിതത്തിൽ ആദ്യമായിട്ടാ ദേവ്. ഇല്ല, പേടിക്കണ്ട.
മെല്ലെ അതാ ആ ചേട്ടൻ്റെ കൈ തൊട്. തല ഇവിടെ അല്ല ഈ ചേട്ടൻ്റെ കൈ ഇങ്ങനെ തൊടും, എന്നിട്ട് മെല്ലെ പോയി തൊട്ടോ. പേടിക്കണ്ട, നീ പറഞ്ഞിട്ടാണേ വന്നേ. എങ്ങനെ ഇട്ട് തൊട്ടിട്ട്? എടി ഏഞ്ചൽ ആൻറ്റിയുടെ മോള് കഴുത്തിലിട്ടിട്ട് നമുക്ക് ഫോട്ടോ അയച്ചെന്നല്ലേ, ഇനി ഒന്ന് തൊട്ട് നോക്കിയേ. അതൊന്നും ചെയ്യൂല ദിവസേ, അവരത്ര ധൈര്യത്തിൽ പറയല്ലേ. ആരും എന്നെ കമന്റിൽ ചീത്ത പറയരുത്. എന്താ വേണ്ട, ഞാൻ തൊടുന്നില്ല. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പേടി മോനെ വേണ്ട, പാമ്പിനെ പേടി. അവളെ കഴുത്തിലൊന്നും മെല്ലിട്ട് എടുക്കാം. യശീത പേടിച്ചിട്ട് ബാഗെല്ലായിട്ട് പുറത്ത് ഓടാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇല്ല മോനെ ദേവേ, ഇല്ലടാ. ഉണ്ടോ പാവുണ്ട്, അത് കിടക്കുന്ന നോക്കിയേ. അച്ചോടാ, ആ ചുണ്ട് നാവാ, ചുണ്ടല്ല. തൊട്ടോ തൊട്ടോ. ഇതിന്റെ പേരെന്താ? മെക്സിക്കൻ ബ്ലാക്ക്. ഇതിന് വിഷമില്ല. ഇല്ലല്ല, ഇത് നമ്മളെ നാട്ടില് ചേര, നെക്കോലി. ഓ അതാണത്, പക്ഷെ ഇത് ബ്ലാക്ക് ആണ്. എന്താ ചേരിയും എന്താ നെക്കോലൊക്കെ അല്ലേ, അതിനത് പെട്ടതാ. പക്ഷെ നമ്മളെ നാട്ടിലല്ല, മെക്സിക്കനത്തെ എല്ലാം പൈത്തൺസാ. അപ്പൊ ഇതോ അതെല്ലാം പൈത്തണ. ഇതിനെ തൊടുന്നുണ്ടല്ലോ അല്ലേ? എല്ലാരും എടുക്കുന്ന, പക്ഷെ ഇവനെ മാത്രം എടുക്കുന്നത് പറഞ്ഞാ ഫീഡ് കൊടുത്തിരിക്കുക എല്ലാവർക്കും. ഇയാള് മാത്രമേ ഫീഡിങ്ങിലല്ലാത്തുള്ളൂ. അപ്പൊ ബാക്കി കൊടുത്താൽ നമ്മൾക്ക് ഇവർക്ക് എന്താ ഫുഡ് കൊടുക്കുന്നത്? എന്താ ഫുഡ് കൊടുക്കുന്നത്? ഇവർക്കത് മൈസ്. അപ്പൊ ആവത്തിങ്ങളെയോ? എൻ്റെ മോനെ എന്ത് കഷ്ടാണ് ഈശ്വര. ഇത് ഞങ്ങളിവിടെ കണ്ടുപോയതാണ്. ദേവസ് പറഞ്ഞു എനിക്കൊന്ന് തുടരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും തിരിച്ചു വന്നതാ. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള സാധനത്തിന് പാമ്പ് മാത്രമാണ്. വേറെ എന്ത് വന്നാലും എനിക്ക് പേടിയില്ല. ആ മീനെ തോലി ലെതർ പോലെ ആ ചേട്ടൻ പിടിക്കോ? ആ ഇത്ര ഭാഗം പേടിക്കുകയേ ചെയ്തു കേട്ടോ. ഇല്ല ദേവോ, തുറന്നു പിടിക്കും. അവൾക്കുള്ളിൽ ധൈര്യമുണ്ട്, പക്ഷെ പേടിക്ക ഇല്ല മോളെ. ദേവു നീ ഇത് എല്ലാരും വേഗം ഞാൻ നിർബന്ധിക്കുക, നീ പറഞ്ഞിട്ടാട്ടോ വന്നേ. ഇല്ല മോളെ, അത് ആ ചേട്ടന്റെ കയ്യിലല്ലേ. നീ പിന്നെ തലേന്റെ അടുത്തോട്ട് എന്തിനാ പോന്നേ? നാട്ടുഭാഗം വേണോന്ന് ഇത് ഓതി വെക്കാൻ വന്നതാണോ? നീ വീതം വെക്കാൻ വന്നാണോ? ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങളൊക്കെ തൊടുന്നവര് പറയുന്ന ഇവിടെ വെറും പാവമാണ്, പക്ഷെ നമ്മുടെ പേടിയാ. ഇത്രേ ഉള്ളൂ. കണ്ടോ, ദേ നമ്മുടെ ദേവി തൊട്ടുണ്ട് കേട്ടാ. ഇല്ല 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 വിടരുത്. ഇല്ല മോളെ, ഇല്ല 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 ഒന്നും ചെയ്യൂല. വാലോണ്ട് കടിക്കൂല. അത്രയും ധൈര്യം എനിക്ക്. ഞാൻ തൊടൂല, വേണ്ട. എന്തായാലും അവള് തൊട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ എല്ലാരും കണ്ടോ. അവിടെ നിന്നോ, ഇങ്ങോട്ട് വരാം. ഇതാണ് ആള്. അയ്യോ ദേവു, അതിന്റെ തല വേണ്ട. എന്റെ പേടി മാറി തോന്നേ. തല വേണ്ട, വേഗം വീഡിയോ ഫുള്ളാവും. അതെ ഇല്ല, അവിടെ പിടിച്ചോ. അതെ അതെ അതെ, പിന്നെ വരാം. ഞങ്ങള് കോഴിക്കോട് നിന്ന് പിന്നെ വരാം. അയ്യോ എൻ്റെ അമ്മ, ഇവരൊക്കെ എടുക്കുന്ന പറയുന്നത് എൻ്റെ അമ്മ. ഫീഡിങ് എന്താ ഇപ്പൊ ഫുഡ് കഴിച്ചോണ്ട് കൊടുത്തിരുന്ന പിന്നെ അത് ദഹിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു 5-6 ദിവസം
ആ അപ്പോൾ അവർ തൊടാൻ പാടില്ല. ഇല്ല, അതുവരെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അല്പം അത് റിട്ട വൊമിറ്റ് ചെയ്യും. നമ്മൾ അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ കൊടുത്ത അതിനുള്ളതോ? എന്താ കൊടുത്ത? അവിടെ വിഴുങ്ങിയത് ഇവരൊക്കെ ഇതും നല്ല ഉറക്കല്ലേ? അപ്പൊ ഇതിന് കൊടുക്കൂല? അല്ല, ഇയാൾക്ക് ഇതിന് മുന്നേ കൊടുത്തതാണ്. അപ്പൊ ഇവർക്ക് കൊടുത്തിരുന്നില്ല. ആളെ ഫീഡിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ആളെ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. വേണ്ട മോളെ, വേണ്ട മോളെ, അതിന്റെ നോട്ടം കാണും, എനിക്ക് പേടി വരും. എടോ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കണ്ണ് കാണുമോ? കണ്ണോ? ബ്ലറായി. കേൾക്കുവോ? ചെവി കേൾക്കുവോ? ചെവിയില്ല. പിന്നെ ഓരോരുത്തർ പറയും കേൾവിന് കൊണ്ട് ഓടുന്നത് കണ്ണ് കാണുന്നൊക്കെ പറയുന്നത്. നാവ് പുറത്തിടുന്നില്ലേ, നാവുകൊണ്ട് സ്മെല്ല് എടുക്കുന്നു, ഇതുകൊണ്ട് സ്മെല്ല് എടുക്കുന്നു. പിന്നെ നമ്മുടെ മനുഷ്യരെ സ്മെല്ലൊക്കെ എടുക്കാൻ പറ്റും. പൈത്തൻസിനാകുമ്പോ കണ്ട ഹോളുകൾ കുറെ ഉണ്ടാവും. ഇനി പാമ്പിനാകുമ്പോ ഇങ്ങനത്തെ ഉണ്ടാവില്ല. എന്റെ പൊണ്ണു മോനെ, ഇവരിത് ഈ നാവ് വേണ്ട, നാവ് കൊണ്ട് അവര് നല്ല സ്മെല്ല് എടുത്ത സ്മെല്ലിന് വയ്ക്കാനുള്ള പാവ. മോന്റെ പേരെന്താ? എന്റെ പേര് ദാനിഷ്. അന്നുകൂടെ തൊട്ടിട്ട് പോര്. നല്ല ദൈവന്റെ ധൈര്യം സമ്മതിച്ചു. ഓക്കെ മോനെ, താങ്ക് യു കേട്ടോ. ഇത് വേരല്ലേ? ഇത് കണ്ടോ എന്ത് രസ. അവരോട് നല്ല ഭംഗിയുണ്ട്. അത് മൊത്തം വേരാണ്. കാണിച്ചു തരാം. കണ്ടോ മൊത്തം വേര് തൂങ്ങി കിടക്കുക ചെടിയുടെ. നല്ല ഭംഗിയില്ലേ? പിന്നെ നമുക്ക് മൺകല. ഇല്ല 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 ചേട്ടാ, ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ടിക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. എൻ്റെ നമ്മളെ ദീവൂട്ടിൻ്റെ ഒരു പോക്ക് പാവുണ്ട്. ആരും എന്നെ ചീത്ത പറയരുത് കേട്ടോ. അവൾ പാമ്പിനെ തൊട്ടേനെ, അവൾ തുടർന്ന് ഭയങ്കര ആഗ്രഹം മറ്റാ തൊട്ടത്. അതിനാരും എന്നെ ചീത്ത പറയരുത്, കമൻ്റ് ഇടരുത്. ഓക്കെ? ഈ മൺകലം ഉണ്ടാക്കുന്നത് കണ്ടോ? കൈ നനക്കി രണ്ടും. കാല ടയറിലോട്ട് ഇത് കൊള്ളല്ലോ കേട്ടോ മോളെ. കണ്ടോ? വേണ്ടി എടുത്ത് നോക്കിക്കേ. ആഹാ, കളിമണ്ണെടുക്കുക. ആംഗിൾ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോളേ അപ്പം അത് ചട്ടിയായിട്ട് വരും, കലായിട്ട് വരും. അങ്ങനെ നമ്മളെ ദീപുട്ടി ഉണ്ടാക്കണ ചട്ടി കാണാം. ഇല്ല 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 ഇല്ല. കണ്ടടേ വെച്ചോ? അതെ, ദീപുട്ടി ആദ്യമായിട്ടാണേ. അച്ചോടാ. ഇല്ല ഇല്ല ഇല്ല, അത് ശരിയായി തരും. അങ്ങനെ ഇതാ നമ്മുടെ ദീപുട്ടി ചട്ടി കലം ഉണ്ടാക്കുന്നു. നല്ല രസമായിട്ടത്. ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. അടിപൊളി കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ലൈഫിൽ. അങ്ങനെ നമ്മുടെ ദീപൂട്ടി
എങ്ങനെ ദിവസം എന്താ തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ ആക്കുന്ന നല്ല സന്തോഷം തോന്നിയില്ലേ? ഞാൻ സിനിമയിലാണ് കണ്ടിട്ടുണ്ട്. അയ്യടാ എന്താ എന്നാ എന്തുണ്ടെങ്കിലും എന്തിനാ ഈ സങ്കടം വരുന്നത്? സന്തോഷമല്ലേ? നമ്മളിങ്ങനെയല്ലോ ജീവിതത്തിലൊക്കെ ഓരോന്ന് കണ്ടു പഠിക്കുകയും അല്ലേ? സന്തോഷമായില്ലേ? അടിപൊളി. അങ്ങനെ നമ്മുടെ ദീവടിയുടെ ചട്ടി റെഡിയായി. ഇനി കൈ കഴിക്കോ? ചട്ടിങ്ങൾ എന്ത് ചെയ്യാൻ പോകും?